ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു സ്വീറ്റിന്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ക്യാരറ്റ് പുഡിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. തിന്നാലും മതിവരാത്ത അത്രയും ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ആകുമ്പോഴേ ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട ജലാറ്റിൻ ഒന്ന് കുതിർത്ത് വയ്ക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വയ്ക്കണിത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ഇത് കുതിർത്ത് വയ്ക്കണം. ജലാറ്റിന് പകരം ചൈന ഗ്രാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതാകുമ്പോൾ ഈ ഒരു അളവ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് വേണ്ടത്. അതും ഇതുപോലെ കുതിർത്ത് വയ്ക്കണം. പിന്നെ ഞാനിവിടെ 6 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിൽ ഞാൻ 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും പിന്നെ 3 എണ്ണം വേവിച്ചിട്ടുമാണ് ചേർക്കാൻ പോകുന്നത്. ഗ്രേറ്റ് ചെയ്തിട്ടാൽ പുഡിങ് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ക്യാരറ്റ് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് മുറിച്ച് വയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് മുറിച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം അധികം ആവാൻ പാടില്ല. ഈ ഒരു അളവിൽ മതിയാവും. അതായത് ക്യാരറ്റെല്ലാം മുങ്ങി നിൽക്കുന്നതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ബാക്കിയുള്ള ക്യാരറ്റ് ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പഞ്ചസാര ചേർത്ത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ക്യാരറ്റ് വേവിക്കാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നന്നായി വേവിച്ചെടുക്കണം. ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റാം. ഈ ക്യാരറ്റ് കഷ്ണങ്ങളും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് പാല് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് കഷ്ണങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഈ 1/2 ലിറ്റർ പാലിനാണ് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുള്ളത്. അപ്പം മുഴുവനായിട്ട് 1/2 ലിറ്റർ പാലെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വിപ്പിംഗ് ക്രീം ചേർത്താൽ പുഡിങ്ങിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു ക്രീമി ടെക്സ്ചറും കിട്ടും. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 200 ml വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് വാനില പൗഡറാണുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഈ സമയം നമുക്ക് പാലും ക്യാരറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ അതായാലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കണക്കായിട്ട് ഷുഗർ അധികം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിന് കണക്കായിട്ട് പഞ്ചസാരയാണെങ്കിലും കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വന്നാൽ ഇതിലേക്ക് ജലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്ത് ചേർക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജലാറ്റിൻ ആക്കിയ പാത്രം ഇറക്കി വയ്ക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. ഇപ്പോൾ ഇവിടെ ജലാറ്റിനൊക്കെ നന്നായി ലയിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് വേവിച്ച് വെച്ച ക്യാരറ്റിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ സമയം നിങ്ങൾക്ക് ഇതിൻ്റെ മധുരം നോക്കാം. മധുരം കുറച്ച് അധികം നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തണുത്ത് വരുമ്പോൾ മധുരം കറക്റ്റായി കിട്ടുള്ളൂ. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും.
അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റാം. അടുപ്പിൽ നിന്നും മാറ്റിയാലും നമ്മളിത് ഫാനിൻ്റെ താഴെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ചൂടൊന്ന് മാറുന്നത് വരെയാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാൻ പോകുന്നത്. നിങ്ങൾ വിപ്പിംഗ് ക്രീം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നന്നായി ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വേവിച്ച് വെച്ച ആ ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. പിന്നെ ഫ്രീസറിൽ വയ്ക്കരുത്. ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ തന്നെ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഫ്രീസറിൽ വെച്ചാൽ ആ പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ മാറിപ്പോകും, അത് കട്ടയായി വരും. അപ്പോൾ ഫ്രീസറിൽ വയ്ക്കരുത്, ഫ്രിഡ്ജിൻ്റെ താഴെയുള്ള തട്ടിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.